നമസ്കാരം. ബംഗാളിൽ ഭരണകക്ഷിയായ BJPയും CPMും കൈകോർക്കുന്നു. ബംഗാളിൽ BJP അധികാരത്തിലെത്തിയ ഉടൻ CPM മുഖപത്രമായ ഗണശക്തിക്ക് സർക്കാർ പരസ്യം അനുവദിച്ചു. BJP സർക്കാരിൻ്റെ ആദ്യ നടപടികളിലൊന്ന് ഗണശക്തിക്ക് സർക്കാർ പരസ്യം അനുവദിക്കുകയായിരുന്നു. മമതാ ബാനർജി മുഖ്യമന്ത്രിയായ ശേഷം പാർട്ടി പത്രത്തിന് കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു തവണ പോലും സർക്കാർ പരസ്യം ലഭ്യമായിരുന്നില്ല. എന്നാൽ BJP അധികാരത്തിലെത്തിയതോടെ സ്ഥിതി മാറി. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന ദിവസം സർക്കാരിൻ്റെ ഔദ്യോഗിക പരസ്യം ഗണശക്തിക്കും ലഭിച്ചു. ഗണശക്തിയുടെ 1-ാം പേജിലാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക പരസ്യം പ്രസിദ്ധീകരിച്ചത്. 1-ാം പേജ് പരസ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സുവേന്ദു അധികാരിയുടെയും ചിത്രമാണുള്ളത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഗണശക്തി സാമ്പത്തികമായി വലിയ വെല്ലുവിളി നേരിടുകയായിരുന്നു. സർക്കാർ പരസ്യങ്ങൾ ഒന്നും തന്നെ പത്രത്തിന് ലഭിച്ചിരുന്നില്ല. എന്തായാലും ഗണശക്തിയുടെ ദുർദശ തെളിയുകയാണെന്ന സൂചനയാണ് ബംഗാളിൽ നിന്നും ലഭിക്കുന്നത്. മമതാ ബാനർജി ഏകാധിപതിയായിരുന്നു. മമത സ്വീകരിച്ച നിലപാടിൽ നിന്നും വ്യത്യസ്ത നിലപാടാണ് BJP സർക്കാർ കൈക്കൊള്ളുന്നത്. ഇത് ഒരു നല്ല കാര്യമാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗവും ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയുമായ മുഹമ്മദ് സലീം പറഞ്ഞു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ മമതാ ബാനർജിയുടെ കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് ഗണശക്തിക്ക് സർക്കാർ പരസ്യങ്ങൾ നൽകുന്നത് പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നു. സർക്കാർ പരസ്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന് എങ്ങനെയാണ് ഇത്ര പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കാൻ കഴിയുന്നതെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ഗണശക്തി കോടതിയെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. സർക്കാർ ഉടമസ്ഥതയിലുള്ള ലൈബ്രറികളിൽ വരെ ഏതൊക്കെ പത്രങ്ങൾ സൂക്ഷിക്കണമെന്ന് മമത ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. ഇതെല്ലാം ഗണശക്തിക്കേറ്റ തിരിച്ചടിയായി മാറുകയാണ് ചെയ്തത്. എന്തായാലും സംസ്ഥാനത്ത് BJP CPM സൗഹൃദം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ലോപമില്ലാത്ത പ്രശംസയാണ് CPM നേതാക്കൾക്ക് BJP നേതാക്കൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ, പശ്ചിമ ബംഗാളിലെ ഇടതുമുന്നണി ചെയർമാൻ ബിമൻ ബോസ് എന്നിവർക്കെല്ലാം ലോപമില്ലാത്ത പ്രശംസയാണ് BJP തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയത്. സംഘർഷഭരിതമായ ബംഗാളിലെ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള BJP നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്.